നമസ്കാരമുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രസകരമായൊരു വാർത്തയെ പറ്റിയാണ്. വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നടൻ സിദ്ദീഖിന് സുപ്രീം കോർട്ട് ജാമ്യം അനുവദിച്ചു എന്നുള്ളത്. നടൻ സിദ്ദീഖിന് 2 ആഴ്ചത്തേക്കുള്ള ഒരു ലീവാണ്, അതായത് ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ. ഇതിൻ്റെ പിന്നിലെന്താണെന്ന് വെച്ചാൽ, ഈ വിഷയം എല്ലാവരോടും പറയാൻ പറ്റിയ ഒരു രസകരമായ ഒരു സംഭവമൊന്നുമല്ല, പക്ഷേ ഒരു ഭയങ്കര തെറ്റാണത്. അങ്ങനെ ഒരു നടിയെ വീട്ടിൽ വിളിച്ച് വരുത്തി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. പക്ഷെ സുപ്രീം കോടതി 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് നീട്ടാൻ അല്ലെങ്കിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കാരണം എന്താ വെച്ചാൽ, 8 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പ്രസ്തുത വിഷയത്തിന് ഇരയായ വ്യക്തി കേസ് ഫയൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതൊരു തെറ്റായ കാര്യമാണ്. കാരണം ഇന്ന് കോടതി അംഗീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് അവളുടെ ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യുക എന്നുള്ളൊരു നിയമം പ്രാബല്യത്തിലുണ്ടായിരിക്കെ, അത്തരമൊരു പ്രവൃത്തി ചെയ്തതിന് ശേഷം എന്നെ അയാൾ അതിക്രമിച്ച് പിടിക്കുകയായിരുന്നു എന്ന് പറയാനുള്ള ഒരു ചാൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണോ ശരിയാണോ എന്ന് നോക്കാനുള്ള ഒരു നിയമത്തിൻ്റെ വശവും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാളെ പ്രതിയാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഏതോ കാലത്ത് കഴിഞ്ഞ ഒരു സംഭവമായിട്ടാണ് കോടതി ഈ പ്രശ്നത്തെ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രേരണ സംഭവിക്കുന്നുണ്ട്. അതായത് ഈ കക്ഷിയെ ആരോ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ വിഷയം വെളിയിൽ വരാൻ എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. ഇവിടെ പ്രതി ആയിരിക്കുന്ന മിസ്റ്റർ സിദ്ദീഖ്, നമുക്കറിയാം, വളരെ പ്രശസ്തനായ സിനിമാ നടനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കുന്നത് വരെ കേസിനോട് സഹകരിക്കാൻ കോടതി ഉത്തരവുണ്ട് താനും. കുറച്ചു കാലം അദ്ദേഹം ഒളിവിലായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. ഇവിടെ കോടതിയുടെ നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രശ്നത്തിന് ഇരയായ കക്ഷി ഒന്നുകിൽ ഒരു അൽസൈമേഴ്സ് ബാധിതയായിരിക്കണം, അല്ലെങ്കിൽ ഒരു വികലാംഗയായിരിക്കണം, അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം അനുഭവിച്ച ഒരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ സ്വാധീന ശക്തി, തൻ്റെ പരാശ്രയമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്തൊരു കക്ഷിയായിരിക്കണം. ഇതങ്ങനൊന്നുമില്ല എന്ന് കോടതിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സിദ്ദീഖിൻ്റെ മൊഴി എന്താ വെച്ചാൽ, ആരൊക്കെ ചേർന്ന് എന്നെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുകയാണ് പലതും പറഞ്ഞ് എന്നുള്ളത് അവിടെ പരിഗണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഒരാളെ പ്രതിയാക്കുമ്പോൾ അതിന് എങ്ങനെയൊക്കെ അത് ആവാൻ സാധിക്കുമെന്ന് അറിയുന്നതും കൂടി നല്ലത് തന്നെയാണ്. ഇവിടെ ഇത് പരിഗണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 8 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരാൾക്കെതിരെ ഇത്തരം കേസിന് പോകാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ വിലയിരുത്തൽ. സുപ്രീം കോർട്ടിൻ്റെ ഉത്തരവാണ്. അല്ലാതെ ഒരാളിനെ താത്തി കെട്ടിയിട്ട് ഒരാളിനെ ഉയർത്താനൊന്നും കോടതി തയ്യാറില്ല. കോടതി നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്, തെറ്റ് ആരുടെ ഭാഗത്ത് സംഭവിച്ചു. അങ്ങനെ ഒബ്ജക്ഷനുള്ള ഒരാളാണെങ്കിൽ തെറ്റ് അതേ സ്പോട്ടിലോ അതേ മാസത്തിലോ അത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ ഒരു ബലാത്സംഗ കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറ്റമാണ്, സംഗതിയൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിന് ഒരു സമയമുണ്ട്. ആ സമയം അല്ലായിരുന്നു ഇത് എന്നാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ. അപ്പോൾ ഈ ഒരു കേസിൽ നിന്ന് വേണ്ട, ഏതൊരു കേസായിക്കോട്ടെ, നിങ്ങൾ വളരെ താമസിച്ചിട്ട് കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അത് ന്യായമായും കോടതിയുടെ ആവശ്യമില്ല. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലൊക്കെ വെച്ച് തീരല ഇത്തരം കാര്യങ്ങൾ. താമസം വരാൻ പാടില്ല. എൻ്റെ കയ്യിൽ നിന്നായിക്കോട്ടെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ നിന്നായിക്കോട്ടെ, ഞാനത് താമസിച്ച് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ആ കക്ഷി ആരാണെന്ന് ഞാൻ അറിയുന്നുണ്ടെങ്കിൽ
അപ്പോൾ എനിക്ക് നന്നായി അറിയാം, ഞാനും കൂടി അറിഞ്ഞാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ആരോ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ശരിയായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പ്രേരിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയിൽ എങ്ങനെയാണത് ഉദിച്ചു വരുന്നത്? വീണ്ടും ആ കേസ് നിങ്ങൾ അൽസൈമേഴ്സ് ബാധിച്ചിരിക്കുകയായിരുന്നോ? ഇതാണ് കോടതിയുടെ ചോദ്യം വന്നിട്ടുള്ളതും വരാൻ പോകുന്നതും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരാൾക്കെതിരെ ഒരു കുറ്റാരോപണവുമായി പോകുമ്പോൾ അതിന് സോളിഡ് എവിഡൻസ് ആവശ്യമാണ്. അതിന് നമ്മുടെ പക്ഷത്ത് അത് ക്ലിയറാണോ എന്ന് അറിയേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അത് ഇനിയിപ്പോൾ ഞാനായിക്കോട്ടെ ആരായിക്കോട്ടെ, കാരണം അത് നിരീക്ഷണത്തിൽ വരുത്തുന്ന അതീവ ബുദ്ധിമാന്മാരായ ആളുകളാണ്. അവിടെ നിങ്ങളുടെ കയ്യിൽ വല്ല ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അതിന് വെച്ച് പിടിച്ചാൽ നിങ്ങൾ തോറ്റുപോകും. അല്ലാതെ ഇത് സ്ത്രീപക്ഷത്തിനെ എതിർത്ത് സംസാരിക്കുക, ഫെമിനിസത്തിനെ എതിർത്ത് സംസാരിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഫെമിനിസം എന്ന് പറഞ്ഞാൽ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ത്രീക്ക് വ്യക്തമായ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ് ഇസ്ലാം വരെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇസ്ലാം മതപ്രകാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു നിയമവശമാണ്. പക്ഷേ ഇവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. സ്ത്രീ ഈ സ്വാതന്ത്ര്യം അമിതമായി ഉപയോഗിച്ചുകൊണ്ട് പുരുഷൻ്റെ നേരെ വരുന്നു എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. മനസ്സിലായി? നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏതൊരു പുരുഷനുമായി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് ആ ഒരു ഇഷ്ടം കുറ്റമാക്കി തീർത്ത് അയാളെ പ്രതിയാക്കി തീർക്കുക എന്നുള്ള ഒരു ഇത് വരുന്നുണ്ടല്ലോ അവിടെ. അത് വരാൻ പാടില്ലല്ലോ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇത് നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്ന വീഡിയോ തന്നെ ആയിരിക്കും. പക്ഷേ എന്തുകൊണ്ടായിരിക്കും കോടതി ഈ സ്ത്രീയുടെ ഭാഗത്ത് നിൽക്കാഞ്ഞ് എന്നുള്ളതൊരു ചോദ്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇയാളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല 2 ആഴ്ചത്തേക്കെന്ന് കോടതി പറയുകയാണ് പ്രത്യേകിച്ചിട്ട്. എന്നിട്ട് ആ സിദ്ദീഖിനോട് കോടതി പറയുകയാണ്, നിങ്ങൾ നിലവിലുള്ള കേസുമായി സഹകരിച്ചിട്ട് അവരുമായി മുന്നോട്ട് പോയിക്കോളൂ, കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്ന്. അപ്പോൾ മനസ്സിലായി? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ നിയമം വിജയിക്കണം. തെറ്റുകൾ എവിടെയും സംഭവിക്കാൻ പാടില്ല. സത്യം വിജയിക്കണം എന്നുള്ളതാണ്. 2 പേരുടെ ഇഷ്ടത്തിന് നടന്നൊരു സംഭവം, അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ, കോടതി തെളിയിക്കുന്നതായിരിക്കും. ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തീർത്തു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.